ഇപ്പോൾ കേരള ഹിസ്റ്ററിയിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. ദ ഫേമസ് കോൺസെൻട്രേഷൻ ഓഫ് ശിവ ഐഡിയോൾ ഇൻ അരുവിപ്പുറം ബൈ ശ്രീനാരായണ ഗുരു വാസ് ഹെൽഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാ? 1888. പഠിക്കാൻ എളുപ്പമാ. 1888 അല്ലേ? 1888 ആണ് എന്ന് തുടങ്ങിയത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. മനസ്സിലായോ ക്വസ്റ്റ്യൻ എന്താണെന്ന്? അപ്പോൾ അവിടുത്തെ ബ്രാഹ്മണർ മുതൽ നായർ വരെ ഉള്ളവരെല്ലാം തടിച്ചുകൂടി. ഇത് ചരിത്രമാണ് കേട്ടോ, ജാതി പറയുകയല്ല. തടിച്ചു കൂടിയിട്ട് ചോദിച്ചു, താങ്കൾക്ക് പ്രതിഷ്ഠ നടത്താൻ യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു. അവ പറഞ്ഞുണ്ട്. താങ്കൾ വേദം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞെന്തറിയുമോ? 4 വേദവും 6 ശാസ്ത്രവും 18 പുരാണവും 9 ഉപനിഷത്തുകളും ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. താങ്കൾ നേരം നോക്കിയാണോ പ്രതിഷ്ഠ നടത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനാരായണ ഗുരു തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നേരം നോക്കിയാണോ നിങ്ങളുടെ ബ്രാഹ്മണ സ്ത്രീകൾ പ്രസവിക്കാറുള്ളത് എന്ന് ചോദിച്ചു. മനസ്സിലായോ? അങ്ങനെ അവസാനം ചോദിച്ച്, ഇത് നിങ്ങൾക്ക് ശിവപ്രശ്നം നടത്താൻ എന്ത് അധികാരം എന്ന് ചോദിച്ചു. ബ്രാഹ്മണ ശിവനെ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞെന്താണെന്നറിയുമോ? ഞാൻ ബ്രാഹ്മണ ശിവനെ അല്ലല്ലോ പ്രതിഷ്ഠിച്ചത്, ഈഴവ ശിവനെയാണല്ലോ എന്ന് പറഞ്ഞു എന്നാണ് ചരിത്രം. മനസ്സിലായോ? അതോടുകൂടി പ്രശ്നം തീർന്നു. ഞാൻ ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രശ്നം തീർന്നു. കാരണം ഞങ്ങളുടെ ശിവനെ അല്ല പ്രതിഷ്ഠിച്ചത്. എങ്ങനെയുണ്ട്? യെസ്, അതാണ് ശ്രീനാരായണ ഗുരുദേവൻ കേട്ടോ. യെസ്. അടുത്ത്, ദ വൈറ്റ് സിനഗോഗ് ഇൻ കേരള ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. എവിടെയാ മക്കളെ? മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി എവിടെയാ? എറണാകുളം. മട്ടാഞ്ചേരി പാലം. മട്ടാഞ്ചേരി പാലം അറിയത്തില്ലേ? അവിടെയാണ് വൈറ്റ് സിനഗോഗ് ഉള്ളത്. അടുത്തത്, ദ ഓൺലി ഫോറിൻ കൺട്രി വിസിറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഒരൊറ്റ വിദേശ രാജ്യത്തെ പോയിട്ടുള്ളൂ. ഏത് രാജ്യമാണ്? ഏതാണ്? ശ്രീലങ്ക. കാര്യം എന്താ? SNDP അവിടെ ഉണ്ടായിരുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു. മനസ്സിലായോ? വിച്ച് ഈസ് നോൺ ആസ് ദ മാഗ്ന കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സന്ധി എന്താണ്? ഏതാണ്? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ഏത് വർഷമാണ്? 1936. നമ്മളൊക്കെ ഹിന്ദുക്കളാണല്ലോ എന്ന് പറയുന്നവർ 1935 ഇറങ്ങടാ പുറത്തുനിന്ന് പറഞ്ഞേ. അവരാണിപ്പം വന്ന് പറയുന്നത് നമ്മളൊക്കെ ഹിന്ദുക്കളാണ്, വോട്ട് ഞങ്ങൾക്ക് വേണമെന്ന്. മനസ്സിലായോ? യെസ്. അടുത്തത്, ബേക്കൽ ഫോർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? കണ്ണൂർ. കാസർഗോഡ്. ആരെയാ വിളിച്ചത്? കാസർഗോഡ്. ബേക്കൽ ഫോർട്ട്. എനി ഡൗട്ട്? No. Yes, sir. Yes. വായിച്ചോ കേക്കട്ടെ. The famous consecration of Shiva idol in Arivippuram by Srinarayana Guru was held in 1888. The White Synagogue in Kerala is situated at Mattancherry. The only foreign country visited by Srinarayana Guru, Sri Lanka, which is known as the Magna Carta of modern Travancore, Temple Entry Proclamation. Bakal Fort is situated at Kasaragod. Yes. Repeated questions.
The famous consecration of Shiva idol in Aruvipuram by Srinarayana Guru was held in 1888. The White Synagogue in Kerala is situated at Mattancherry, the only foreign country visited by Srinarayana Guru, Sri Lanka, which is known as the Magna Carta of modern Travancore Temple and Proclamation 1936. Baker Fort is situated at Kasargod. യെസ് സരിക. Repeated questions. The famous consecration കോൺസിക്രേഷൻ of Shiva idol in Aruvipuram by Srinarayana Guru was held in 1888. The White Synagogue in Kerala is situated at Mattancherry, the only foreign country visited by Srinarayana Guru, Sri Lanka, which is known as Magna Carta of modern Travancore, Temple Entry Proclamation. Bakel Fort is situated at Kasargod. റെഡി. Ah, ഹു ഈസ് പോപ്പുലർലി നോൺ ആസ് കേരള ഗാന്ധി? കേരളത്തിനൊരു ഗാന്ധി ഉണ്ട്. ആരാണ്? ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി കെ കേളപ്പൻ. എളുപ്പമാണ് പഠിക്കാൻ. കേരള ഗാന്ധി കെ കേളപ്പൻ. മനസ്സിലായോ? യെസ്. കൊല്ലം ഇറ വാസ് സ്റ്റാർട്ടഡ്. ഞങ്ങളുടെ ജില്ല കൊല്ലം. കൊല്ല വർഷം തുടങ്ങിയത് ഏത് വർഷമാണെന്ന്? ഏത് വർഷമാണ്? AD 825. 825. ഈ കൊല്ലവർഷമാണ് മലയാളം കലണ്ടറായി രൂപാന്തരപ്പെട്ടത് കേട്ടോ. ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇല്ലേ? അത് കൊല്ലത്തുകാരുടെ സ്വന്തം കണ്ടുപിടുത്തോ. കൊല്ലവർഷം AD 825 കേട്ടോ. Ancient festival of Mamangam was celebrated in the Bang river of Dash. മാമാങ്കം ഏത് നദിയുടെ തീരത്താണ് കൊണ്ടാടിക്കൊണ്ടിരുന്നത്? ഏതാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴ. മാമാങ്കത്തെ കുറിച്ചൊരു ലളിതഗാനമുണ്ട്, കേട്ടിട്ടുണ്ടോ? മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി എന്ന് പറഞ്ഞു. യെസ്. നിള എന്ന് പറഞ്ഞ ഭാരതപ്പുഴയാണ്. നിള നദി, നിള ഭാരതപ്പുഴ. ആ പാട്ടിനകത്തുണ്ട് മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി. നിള എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ വേറൊരു പേരാണ് നിള. അടുത്തത്, ദ സെന്റ് തോമസ് വിസിറ്റഡ് ഇൻ കേരള. സെന്റ് തോമസ് ഏത് വർഷമാണ് വന്നത്? ഏത് വർഷമാണ്? 52 AD. 52 AD. ഇദ്ദേഹമാണ് കേരളത്തിൽ മതപരിവർത്തനം നടത്തിയെന്ന് പറയുന്നു അല്ലേ? യെസ്. വാഗൺ ട്രാജഡി. എവിടെയാ വാഗൺ ട്രാജഡി നടന്നത്? എവിടെയാണോ? തൃശ്ശൂര്. തൃശ്ശൂർ വാഗൺ ട്രാജഡി. ഹെൽഡ് ഇൻ ദ ഇയർ ഡാഷ് എന്നാ? 1921. 1921 എന്തോന്ന്? മാപ്പിള ലഹള. കേട്ടിട്ടുണ്ടോ? 1921 മലപ്പുറത്ത് നടന്ന ലഹളയാണ് മാപ്പിള ലഹള. അതുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ ട്രാജഡി. തൃശ്ശൂരിൽ ഇപ്പോൾ ചെല്ലുവാണെങ്കിൽ തൃശ്ശൂരത്തെ നമ്മുടെ ടൗൺ ഹാളിന് വാഗൺ ട്രാജഡിയുടെ ഓർമ്മിക്കുന്നതിന് വേണ്ടി വാഗണിൻ്റെ ഒരു സിമ്പലാണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? യെസ്. വായിക്കൂ, കേൾക്കട്ടെ. Who is popularly known as Kerala Gandhi? K. Kelappan. Kollam Ira was started in AD 825. The ancient festival Mamangam was celebrated on the banks of the river Bharatapuzha. St. Thomas visited Kerala in 50 AD. Wagon tragedy happened in 1921. സെന്റ് തോമസ് ഏത് വർഷം വന്നേ? 52 AD. എത്ര എന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ 50 ആണ്. അപ്പൊ ഞാൻ വിചാരിച്ച എൻ്റെ ചെവിക്ക് എന്തോ പ്രശ്നമുണ്ട്. ശരി, അടുത്ത ആൾ വായിച്ചേ. Who is popularly known as Kerala Gandhi? K. Kelappan.
Kollamara was started in AD 1825. The ancient festival Mamangam was celebrated on the banks of river Bharatapuzha. St. Thomas visited Kerala in 52 AD. Wagon tragedy happened in 1921. യെസ്. Who is popularly known as Kerala Gandhi? K. Kelappan. Kollam era was started in AD 825. The ancient festival Mamangam was celebrated on the banks of the river. St. Thomas visited Kerala in 52 AD. Wagon tragedy happened in 1921. യെസ്. അടുത്ത നോക്കൂ. അടുത്ത എന്താ? അല്ലേ? യെസ്. യോഗക്ഷേമ സഭ അല്ലേ? എയിംഡ് അറ്റ് ദ വെൽഫെയർ ഓഫ് ഡാഷ്. ആരാണ്? ആരാണ്? ബ്രാഹ്മിൺസ്. യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞാൽ തന്നെ ബ്രാഹ്മിൺ സഭ എന്നാണ് അതിന്റെ അർത്ഥം. കേട്ടോ? ഒന്നും പഠിക്കാനില്ല. യോഗക്ഷേമ സഭ. NSS എന്ന് പറഞ്ഞാൽ എന്ത് സഭയാ? നായർ സർവീസ് സൊസൈറ്റി അല്ലേ? SNDP എന്ന് പറഞ്ഞാൽ എന്താ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലേ? അതുപോലെ യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൺ സഭ എന്ന അർത്ഥം. ഇറ്റ് ഈസ് എയിംഡ് ദ വെൽഫെയർ ഓഫ് ബ്രാഹ്മിൺസ്. ഒരു തർക്കവും വേണ്ട. അടുത്തത്. ഹൂ കോൾഡ് അയ്യങ്കാളി ആസ് ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ? ആരാ? ഇന്ദിരാഗാന്ധി. ഇന്ദിരാ പ്രിയദർശിനി. കേട്ടോ? ഇന്ദിരാ നെഹ്റു ഗാന്ധി എന്നാണ് പേര്. ഇന്ദിരാ പ്രിയദർശിനി, ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ. അടുത്തത്. ടാഗോർ വിസിറ്റഡ് ശ്രീനാരായണ ഗുരു ഇൻ ദ ഇയർ ഡാഷ്. ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ ഏത് വർഷമാണ് കണ്ടത്? ഏത് വർഷമാണ് കണ്ടത്? 1922. 1922. 1921 പ്രത്യേകത എന്താ? 1921 പ്രത്യേകത എന്താ? മലബാർ കലാപം അല്ലേ? ആണോ? മലബാർ കലാപം 1921. അതിന്റെ ഒന്നും കൂടെ കൂട്ടണം. ടാഗോർ വിസിറ്റഡ് ശ്രീനാരായണ ഗുരു 1922. പിടികിട്ടിയോ? യെസ്. ദേവദാസി സിസ്റ്റം വാസ് അബോളിഷ്ഡ് ബൈ ഡാഷ്. ദേവദാസി എന്താന്ന് ഞാൻ മുമ്പേ പറഞ്ഞു തന്നായിരുന്നല്ലോ അല്ലേ? ആരാണ് അബോളിഷ് ചെയ്തത്? ആരാണ്? സേതുലക്ഷ്മി ഭായ്. അതും ഒരു സ്ത്രീക്കാണ് അതിന്റെ ക്രെഡിറ്റ്. സേതുലക്ഷ്മി ഭായ്. അടിമ വ്യാപാരം നിർത്തലാക്കിയത് ആരാ? ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായി ആണോ പാർവതിബായി ആണോ? ലക്ഷ്മിബായി. യെസ്. ഇതാരാ? സേതുലക്ഷ്മി ഭായ്. ഓക്കെ. സതി അല്ല, ദേവദാസി. ദേവദാസി സമ്പ്രദായം അബോളിഷ് ചെയ്യും. അടുത്തത്. വിദ്യാപോഷിണി സഭ ഈസ് ഫൗണ്ടഡ് ബൈ ഡാഷ്. വിദ്യാപോഷിണി സഭ, വിദ്യാഭ്യാസം പോഷിപ്പിക്കുന്ന സഭ. ആരാ? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനെ ഇവിടെ പന്തി ഭോജനം നടത്തിയത് കൊണ്ട് സഹോദരൻ അയ്യപ്പൻ്റെ ആൾക്കാർ വിളിച്ചൊരു പേരുണ്ട്, പുലയപ്പൻ. കേട്ടിട്ടുണ്ടോ? പുലയപ്പൻ. ചിലപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. പുലയപ്പൻ എന്ന് വിളിക്കപ്പെട്ട നേതാവ് സഹോദരൻ അയ്യപ്പനാണ്. മനസ്സിലായോ? വിദ്യാപോഷണി സഭ ഫൗണ്ടഡ് ബൈ സഹോദരൻ അയ്യപ്പൻ. ഒരു ലൈൻ എഴുതിക്കോ, പുലയപ്പൻ. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ
പന്തി ഭോജനം നടത്തി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജാതിയിലുള്ളവർ വിളിച്ചതാണ് പുലയപ്പൻ. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന ജാതി പറയാൻ വേണ്ടിയല്ല കേട്ടോ, പരീക്ഷയ്ക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ്. ദ ഫിലിം യുഗപുരുഷൻ വാസ് ഡയറക്റ്റഡ് ബൈ ഡാഷ്. യുഗപുരുഷൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? ആർ സുകുമാരൻ. യുഗപുരുഷൻ അത് കണ്ടിട്ടുണ്ടോ? യുഗപുരുഷൻ സാർ ഇന്നലെ അപ്പം ഗോകുലം ഗോപാലന്റെ കാര്യം പറഞ്ഞ ഏതായിരുന്നു? അത് പണം ചെലവാക്കിയ ആളുടെ കാര്യം. ഓ, പ്രൊഡ്യൂസർ ആയിരുന്നില്ലേ? ആർ സുകുമാരൻ പ്രൊഡ്യൂസർ അല്ല, ഡയറക്ടർ. ഇത് കണ്ടിട്ടുണ്ടോ? യുഗപുരുഷൻ കണ്ടിട്ടുണ്ടോ? സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനെതിരെ അവിടെ കലാപം നടക്കുന്നു, സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനെതിരെ നിയമം പാസ്സാക്കുന്നു, സ്ത്രീകൾക്ക് മറയ്ക്കാൻ അനുവാദം കൊടുക്കുന്നു ഒക്കെ ആ സിനിമയിലുണ്ട്. എന്നിട്ടാണ് പറയുന്നത് നമ്മളൊക്കെ ഹിന്ദുക്കളാണ്. അതൊന്ന് കാണണം കേട്ടോ, സമയമുള്ളപ്പം. LLB എൻട്രൻസ് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. യെസ്, ശങ്കരാചാര്യ lived during the period between dash and dash. ശങ്കരാചാര്യൻ ഏതൊക്കെ കാലയളവിലാണ് ജീവിച്ചിരുന്നത്? ആരാണ്? ഏത് കാലയളവിലാണ്? AD 788 to 820. 820. 788 to 820. ഓക്കെ, എനി ഡൗട്ട്? ഇല്ല സർ. അപ്പോൾ വായിക്കാം, കേൾക്കട്ടെ. 39. Yogakshema Sabha aimed at the welfare of Brahmins. Yes. 40. Who called Ayangali the great son of India? Indira Gandhi. 41. Tagore visited Srinarayana Guru in 1922. 42. Devadasi system was abolished by Sethu Lakshmi Bai. 43. Vidyaposhini Sabha was founded by Sahodaran Ayyappan. 44. The film Yuga Purushan was directed by R. Sukumaran. 45. Shankaracharya lived during the period between AD 788 to 820. Yes. Yogakshema Sabha aimed at the welfare of Brahmins. 40. Who called Ayangali the great son of India? Indira Gandhi. 41. Tagore visited Srinarayana Guru in 1922. 42. Devadasi system was abolished by Sethu Lakshmi Bai. 43. Vidyaposhini Sabha was founded by Sahodaran Ayyappan. 44. The film Yuga Purushan was directed by R. Sukumaran. 45. Shankaracharya lived during the period between AD 788 to 820. സരിക വായിച്ചേ. പോയി സാർ. സരിക പോയോ? യെസ്. Question number 46. Pandit Karpan organized Kalyana Dayini Sabha at Dash. Kalyana Dayini Sabha. Kalyana Dayini എന്ന് പറഞ്ഞാൽ മംഗള ദായിനി സഭ. കേട്ടോ? ഏത് വർഷമാണ്? വർഷമല്ല, എവിടെയാണ് അല്ലേ? എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ശ്രീനാരായണ ഗുരു ഫൗണ്ടഡ് ശാരദാ ടെമ്പിൾ. ശാരദാ അമ്പലം, ശാരദാ മന്ദിരം, ശാരദാ ടെമ്പിൾ എന്താണ്? എവിടെ? വർക്കല. ശിവഗിരി എവിടെയാ? ശിവഗിരിയോ? അതും വർക്കല. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാ? വർക്കല, ശിവഗിരിയിൽ. കേട്ടോ? ശാരദാ മഠം സ്ഥിതി ചെയ്യുന്നതും ശിവഗിരിയിൽ. ശാരദാ ടെമ്പിൾ, ശിവഗിരി. മുല്ലപ്പെരിയാർ ഡാം വാസ് ഇനാഗുറേറ്റഡ് ഡ്യൂറിംഗ് ദ റീജിയൻ ഓഫ് ഡാഷ്. മുല്ലപ്പെരിയാർ ഡാം, മുല്ലയാറും പെരിയാറും തമ്മിലുള്ള ഡാം, തമിഴ്നാടിന്റെ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം. അത് രണ്ടാറുകളാണ്, ഒന്ന് പെരിയാറും ഒന്ന് മുല്ലയാറും. കേട്ടോ? ഈ ഡാം ഏത് വർഷമാണ് ഇനാഗുറേറ്റ് ചെയ്തത്? ഏത് വർഷമാണ്? എവിടെയാണ്? അല്ല, ആരാണ്? ശ്രീമൂലം
ശ്രീമൂലം തിരുനാൾ എന്ന് പറഞ്ഞ രാജാവാണ്, മുല്ലപ്പെരിയാർ ഡാം. ഇത് എലഗി ഓഫ് പാരോധാനം അല്ലേ, പരോധാനം, പരോധാനം റിട്ടൺ ബൈ കുമാരനാശാൻ. പരോധാനമല്ല, പ്രരോധനം. പ്രരോധനം പ്രരോധനം എന്ന് പറഞ്ഞാൽ എന്തുവാ? നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് കേട്ടോ. പ്രരോധനം റിട്ടൺ ബൈ ഡാഷ്. ആരാണ്? അറ്റ് ദ ഡെത്ത് ഓഫ് ഡാഷ്. ഗുരു ആരുടെ? AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രരോധനം എന്ന് പറയുന്ന വിലാപകാവ്യം എഴുതുന്നത്. AR രാജരാജവർമ്മ. യെസ്. അടുത്തത് ഫാദർ ഓഫ് മുസ്ലിം റെനൈസൻസ് ഇൻ കേരള. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വക്കം. മൊത്തം പേര് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നാണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നാണ് മൊത്തം പേര്. ദ പ്ലേസ് വിച്ച് വാസ് നോൺ ആസ് ദ നെയിം ഓഫ്, അത് മക്കളെ, ഓടനാട്. ഓടനാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഏതാണ്? കണ്ടില്ലേ? കായംകുളം. കായംകുളം എന്ന് പറഞ്ഞ സ്ഥലം അറിയാമോ? കൊല്ലത്തേക്ക് പോകുന്ന സ്ഥലത്ത്, കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശമാണ് കായംകുളം കേട്ടോ. കായംകുളം അവിടെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് കായംകുളത്ത്. എനി ഡൗട്ട്? 46 മുതൽ 51 വരെ. യെസ്, വായിച്ചോ. സരിക വന്നോ? സരിക ആദ്യം വായിക്കുക കേട്ടെ. 46. Pandit Karpan organized Kalyanadayini Sabha at Kodungalur. 47. Srinarayana Guru founded Sharada Temple at Varkala. 48. Mullaperiyar Dam was inaugurated during the region of Sri Moolam Tirunal. 49. The Elagi Prarodhanam written by Kumaranashan mourns the death of AR Rajarajavarma. 50. Father of Muslim Renaissance in Kerala, Vakkam Maulavi. 51. The place which was named Odanad, Kayamkulam. Yes. അഖില നമ്മൾ വായിച്ചേ. 46. Pandit Karpan organized Kalyanadayini Sabha at Kodungalur. 47. Srinarayana Guru founded Sharada Temple at Varkala. 48. Mullaperiyar Dam was inaugurated during the region of Srimulam Tirunal. 46. The elegy Prarodhanam written by Kumaranashan mourns the death of AR Rajarajavarma. 50. Father of Muslim Renaissance in Kerala, Vakkam Maulavi. 51. The place which was known by the name Odanad Kayamkulam. 46. Pandit Karpan organized Kalyanadayini Sabha at Kodungalur. 47. Srinarayana Guru founded Sharada Temple at Varkala. 48. Mullaperiyar Dam was inaugurated during the reign of Srimulam Tirunal. 49. The elegy Prarodhanam written by Kumaranashan mourns the death of AR Rajarajavarma. 50. Father of Muslim Renaissance in Kerala, Vakkam Maulavi. 51. The place which was known by the name Odanad, Kayamkulam. Yes. സരിക. സർ. 39 മുതൽ 45 വരെ വായിച്ചേ. 39. Yogatshema Sabha aimed at the welfare of Brahmins. 40. Who called Ayangali the great son of India? Indira Gandhi. 41. Tagore visited Srinarayana Guru in 1922. 42. The Devadasi system was abolished by Sethu Lakshmi Bai. 43. Vidya Poshini Sabha was founded by Sahodaran Ayyappan.
44. The film Yugapurushan was directed by R. Sukumaran. 45. Shankaracharya lived during the period between AD 788 and 820. Yes. Any doubt? Yeah. The foreign traveler who visited Kerala the most number of times. ഏറ്റവും കൂടുതൽ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി ആരാണ്? Ibn Battuta. ഇബൻ ബത്തൂത്ത. അടുത്തത്. The first മാമാങ്കം was held at dash. എവിടെയായിരുന്നു? സോറി, in the year dash. AD മാമാങ്കം 829. എവിടെയാണ്? AD 829. AD 829. എവിടെയായിരുന്നു നടക്കുന്നത്? മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത്. ഭാരതപ്പുഴയുടെ തീരത്ത് അല്ലേ? നിളയുടെ തീരങ്ങൾ മറന്നു പോകരുതേ. ആ. ലേറ്റർ ക്യാപിറ്റൽ ഓഫ് ഐ കിങ്ഡം. ഐ കിങ്ഡം ആരാണ്? ഐ കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? അവസാന നാളുകളിൽ ഏതായിരുന്നു? വിഴിഞ്ഞം. കേരളത്തിൽ അങ്ങനെ 1600 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന കണക്ക് കേട്ടോ. പിടികിട്ടിയോ? ജിനി മേധു ഈ സിറ്റുവേറ്റഡ് അറ്റ് ഡിസ്ട്രിക്ട് ഓഫ് ഡാഷ്. ജിനി മേധു ഏത് ജില്ലയിലായിരുന്നു ജിനി മേധു? കാസർഗോഡ് ജില്ലയിൽ. ജിനി മേധു കാസർഗോഡ്. മേധു എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വതം കേട്ടോ. ജിനി മേധു എന്ന് പറഞ്ഞാൽ ഒരു തരം പർവ്വതമാണ് കേട്ടോ, ജിനി മേധു. ദ ഓതർ ഓഫ് നാരായണീയം. നാരായണീയം എഴുതിയതാര്? ആരാണ്? നാരായണ ഭട്ടതിരി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. നാരായണീയം, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. അത് റിലേറ്റ് ചെയ്യാൻ ആ പുസ്തകത്തിൽ ഒരു നാരായണീയമുണ്ട്, എഴുതിയ ആളുടെ പേരിൽ ഒരു നാരായണനുമുണ്ട്. കണ്ടില്ലേ? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് എന്തെഴുതിയത്? നാരായണീയം എഴുതിയത്. അതുകൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. മേൽപ്പത്തൂർ നാരായണ മന എന്ന് പറയുന്നൊരു മനയുണ്ടായിരുന്നു കേട്ടോ, മേൽപ്പത്തൂർ മന കേട്ടോ. അപ്പോൾ അത് അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കണം. നാരായണീയം, നാരായണ ഭട്ടതിരിപ്പാട്, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. മനസ്സിലായോ? ദ ഓൺലി വുമൺ റൂളർ ഓഫ് കൊച്ചി. കൊച്ചിയിൽ ഏക വനിതാ ഭരണാധികാരി രാജ്ഞി ആരായിരുന്നു? ഗംഗാധരലക്ഷ്മി. ഗംഗാധരലക്ഷ്മി അല്ലേ? ഇപ്പോ വനിതാ പ്രതിനിധികൾ ഭരണാധികാരിയെ വരണമെങ്കിൽ റിസർവേഷൻ വേണമായിരുന്നല്ലേ? റിസർവേഷൻ ഇല്ലാതെ വനിതാ ഭരണാധികാരി ഇന്ദിരാഗാന്ധി മാത്രമാണ് വന്നേ. പിന്നെ ഒരു മായാവതി വന്ന്. പിന്നെ ആര് വന്നു? ബംഗാളിൽ നിന്നൊരു സിംഗം വന്നു. ആരാ? തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി വന്നു. വേറെ ആരെങ്കിലും വന്നോ? ഇല്ല. യെസ്. അടുത്ത 58. ദ ഫസ്റ്റ് കേരള കിങ് ഹൂ ഇഷ്യൂഡ് കോയിൻ ഇൻ ഹിസ് ഓൺ നെയിം. ഒരു രാജാവ് സ്വന്തം പേരിൽ നാണയമിറക്കി. ആരാണ്? രവിവർമ്മ കുലശേഖര. അധികാരം കയ്യിലിരിക്കുകയല്ലേ, പിന്നെ സ്വന്തം പേരിൽ എന്ത് വേണമെങ്കിലും ചെയ്തുകൂടെ? രവിവർമ്മ കുലശേഖരയാണ് സ്വന്തം പേരിൽ നാണയം ഇറക്കിയത്. യെസ്. റെഡി? യെസ്, വായിച്ചോ കേക്കട്ടെ. 52. The foreign traveler who visited Kerala the most number of times. Ibn Battuta. 53. First Mamangam was held in AD 829. 54. Latest capital of I Kingdom, Vinyam. 55. Chinese mud is situated at the district Kasaragod. 56. Author of Narayaniyam, Melpattur Narayana Bhattatiripadu.
57. The only woman ruler of Kochi, Gangadhara Lakshmi. 58. The first Kerala king who issued coins in his own name, Ravivarma Kulashekara. 5 കൂടെ വായിച്ചേ. 52. The foreign traveler who visited Kerala the most number of times, Ibn Battuta. 53. First Mamamgam was held in AD 8029. 54. Later capital of A kingdom, Vizhinjam. 55. Jaini Medu is situated at the district Kasargod. 56. Author of Narayaniyam, Melpattur Narayana Bhattadiri. 57. The only woman ruler of Kochi, Gangadhara Lakshmi. 58. The first Kerala king who issued coins in his own name, Ravivarma Kulashekara. സരിക. 52. The foreign traveler who large number of times, Ibn Battah. 53. First Mamangam was held in AD 829. 54. Later capital of kingdom, Vizhinjam. 55. Jaini Medu is situated at the district of Kasar. 56. Author of Narayaniyam, Melpattur Narayana Bhattadiri. 57. The only woman ruler of Kochi, Gangadhara Lakshmi. 58. The first Kerala king who issued coins in his own name, Ravivarma Kulashekara. യെസ്, എല്ലാവരും വായിച്ചില്ലേ? ഇനി എത്ര? 59 അല്ലേ? ഹോർത്തൂസ് മലബാറിക്കസ് വാസ് പബ്ലിഷ്ഡ് ഫ്രം ഡാഷ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് പബ്ലിഷ് ചെയ്ത് എവിടെ നിന്നാണ്? Amsterdam. ആംസ്റ്റർഡാം. അതെന്തിനെ കുറിച്ചാണ് പറയുന്നത് അറിയാമോ? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ മലബാർ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന അപൂർവങ്ങളായ വൃക്ഷലതാദികളെ കുറിച്ച് പറയുന്നതാണ്. ഔഷധ സസ്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന പുസ്തകമായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്, കേട്ടോ. സുമേറിയൻസ് ഓഫ് കൽക്കട്ട, കോഴിക്കോട്ട സാമൂതിരിമാർ. സുമേറിയൻസ് ഓഫ് കൽക്കട്ട വാസ് റിട്ടൺ ബൈ ഡാഷ്. കോഴിക്കോട്ട സാമൂതിരിമാർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? KV Krishnaiyer. കൃഷ്ണ അയ്യർ അല്ലേ? ഞാൻ എൻ്റെ കഥ പറയുന്ന പോലെ ഇരിക്കും. അയ്യര് സമൂറിയൻസിനെ കുറിച്ച് എഴുതിയാൽ, കേട്ടോ. സമൂറിയൻസിന്റെ ഒരു പിന്തുടർച്ചാവകാശിയായിരുന്നു കൃഷ്ണയ്യർ. ഈഴവ മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ് ഇൻ ദ ഇയർ ഡാഷ്. ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു മാസ് മെമ്മോറാണ്ടം കൊടുത്തു. ഏത് വർഷം? 1896. അതിന്റെ കഥ അറിയാമോ? ഈഴവ മെമ്മോറിയലിന്റെ അറിയുമോ? നമ്മൾ കുറച്ച് കാലം കൊണ്ട് കഥ പറച്ചിൽ നിർത്തി വെച്ചിരുന്നേ അത്. എങ്കിലും അതൊന്ന് പറഞ്ഞേക്കാം, നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ. അറിയുമോ ഈഴവ മെമ്മോറിയൽ? വാട്ട് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദിസ്? ഇല്ല സർ. ഓ ശരി, പറഞ്ഞേക്കാം. എന്താണെന്നറിയാമോ? തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ഒരു പരിപാടി ചെയ്തായിരുന്നു. തിരുവിതാംകൂറിലെ ബ്രാഹ്മണർക്ക് മാത്രമേ കൊട്ടാരത്തിൽ ജോലി കൊടുക്കൂ. തിരുവിതാംകൂറിലെ ബ്രാഹ്മണന്മാർ 18 വയസ്സിൽ കഴിഞ്ഞവർ എല്ലാവർക്കും ജോലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേക്കൻസി ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ബ്രാഹ്മണന്മാർക്ക് കൊടുക്കും. കൊച്ചിയിലെ ബ്രാഹ്മണന്മാർക്കും കൊടുക്കത്തില്ല, മലപ്പുറത്തെ ബ്രാഹ്മണന്മാർക്കും കൊടുക്കുക. തമിഴ്നാട്ടിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ ജോലി ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ജോലി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, നായർ വരെ ഉള്ളവർ ചേർന്നുകൊണ്ട് ഒരു മാസ് മെമ്മോറാണ്ടം കൊടുത്തു തിരുവിതാംകൂർ രാജാവിൻ്റെ മുന്നിൽ. അതിനെ വിളിച്ച പേര് മലയാളി മെമ്മോറിയൽ എന്നാണ്. എന്ത് മെമ്മോറിയൽ? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബ്രാഹ്മണർ അല്ലാത്തവർക്ക് വേണ്ടി സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഉദ്യോഗത്തിൽ സംവരണം വേണമെന്ന് പറഞ്ഞു കൊടുത്ത കേരളത്തിലെ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മനസ്സിലായോ? എന്ന് മലയാളികളായ ഞങ്ങൾ പൊന്നു തമ്പുരാനെ സേവിക്കാൻ ഇവിടെ നായർ വരെ ഉള്ളവരുണ്ടേ, ഞങ്ങൾക്ക് ഉദ്യോഗം വേണമേ എന്ന് പറയുന്ന, സംവരണം വേണമേ എന്ന് പറഞ്ഞ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ഈ മലയാളി മെമ്മോറിയൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണർ കഴിഞ്ഞ് ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അതായത് നായർ വരെ ഉള്ളവർക്ക് പൊന്നു തമ്പുരാൻ ജോലി കൊടുത്തു.
അപ്പോഴാണ് ഈഴവർക്ക് മനസ്സിലായത്, അയ്യോ അക്കിടി പറ്റിപ്പോയല്ലോ, ഞങ്ങൾക്ക് ജോലി കിട്ടാനകത്ത് വകുപ്പില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈഴവരെല്ലാവരും കൂടെ സംഘടിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു മെമ്മോറിയൽ കൊടുത്തു. എന്ത് മെമ്മോറിയൽ കൊടുത്തു? ഈഴവ മെമ്മോറിയൽ കൊടുത്തു. കേരള മെമ്മോറിയൽ ആരും കൊടുത്തില്ല. കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മൊത്തവും പരിശോധിച്ച് നോക്കിയാൽ ജാതിയുടെയും ഭാഷയുടെയും അടിസ്ഥാനത്തിലുള്ള സമരങ്ങളാണ് ഇവിടെ നടന്നത്. ഇന്ത്യയിലെ എല്ലാവർക്കും വേണ്ടി വോട്ടവകാശം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സമരം നടന്നിട്ടില്ല. ഇന്ത്യക്ക് മൊത്തം സ്വാതന്ത്ര്യം കിട്ടണമെന്ന് പറഞ്ഞിട്ട് സമരം ഇവിടെ നടന്നിട്ടില്ല. മനസ്സിലായോ? 1896 ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. പിടികിട്ടിയ? ഇത് ചരിത്രമായതുകൊണ്ട് രണ്ടഭിപ്രായം ഉള്ളവരുണ്ട് കേട്ടോ. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ദ ഫസ്റ്റ് ലോ റെക്കോർഡ്സ് ഓഫ് ട്രാവൻകൂർ അല്ലേ? ചട്ടവാരിയോൽക്കൽ അങ്ങനല്ലേ പറഞ്ഞേക്കുന്നേ? ചട്ടവാരിയോലകളാണോ? ചാട്ടയല്ല, ചട്ടം, നിയമം, ചട്ടം. ചട്ടവാരിയോലകൾ. അന്ന് ഓലയിലാണല്ലോ നിയമം എഴുതി വെക്കുന്നേ. ചട്ടവാരിയോലകൾ വാസ് റിട്ടൺ ബൈ ഡാഷ്, വെയർ റിട്ടൺ ബൈ ഡാഷ്. ആരായിരുന്നു ഈ ചട്ടവാരിയോലകൾ എഴുതിക്കൊണ്ടിരുന്നത്? ആരാണ്? കേണൽ മൺറോ. കേണൽ മൺറോയെ കുറിച്ച് നമ്മൾ വേറൊന്ന് പഠിച്ചിരുന്നു. എന്താണ് കേണൽ മൺറോ? The first British ദിവാൻ തിരുവിതാംകൂർ അല്ലേ? The first British ദിവാൻ ഇൻ തിരുവിതാംകൂർ. അതാണ് കേണൽ മൺറോ. അദ്ദേഹമാണ് എല്ലാവർക്കും വേണ്ടി ഒരു നിയമം എഴുതി തയ്യാറാക്കി കേരളത്തിൽ കൊണ്ട് വെച്ച് തന്നത്. മനസ്സിലായോ? ഓക്കെ. അടുത്ത നോക്കൂ. ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് എഗൻസ്റ്റ് ഇംഗ്ലീഷ് ഇൻ കേരള. ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിതമായി കേരളത്തിൽ നടന്ന ആദ്യത്തെ യുദ്ധം ഏതാണ്? ആറ്റിങ്ങൽ റിവോൾട്ട്. ആറ്റിങ്ങൽ വിപ്ലവം. കേട്ടിട്ടുണ്ടോ? ആറ്റിങ്ങൽ വിപ്ലവം. അതിനെയൊക്കെ ബ്രിട്ടീഷുകാർ പുഷ്പം പോലെ അടിക്കാൻ പറഞ്ഞു. ശുചീന്ദ്രം കൈമുക്ക് വാസ് അബോളിഷ്. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറഞ്ഞൊരു ആചാരം ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാൾ എന്ന് പറയുന്ന രാജാവാണ് ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറഞ്ഞ ആചാരം നിർത്തലാക്കി. എങ്ങനെ ഡൗട്ട്? ഇല്ല സർ. യെസ്, വായിച്ചോ കേക്കട്ടെ. 59. Hortus Malabaricus was published from Amsterdam. 60. Zamorins of Calicut was written by K.V. Krishna Iyer. Zamorins. 61. Izhava Memorial was submitted in the year 1896. 62. The first law records of Travancore Chattavariyolakal were written by Colonel Munro. 63. The first organized revolt against the English in Kerala, Attingal Revolt. 64. Suchindram Kaimuku was abolished by Swati Tirunal. 59. Hortus Malabaricus was published from Amsterdam. 60. Zamorins of Calicut was written by K.V. Krishna Iyer. 61. Izhava Memorial was submitted in the year 1896. 62. The first law records of Travancore Chattavariyolakal were written by Colonel Munro. 63. The first organized revolt against the English in Kerala, Attingal Revolt. 64. Suchindram Kaimuk was abolished by Swati Tirunal. Yes. 59. Hortus Malabaricus was published from Amsterdam. 60. Zamorins of Calicut was written by K.V. Krishna Iyer. 61. Izhava Memorial was submitted in the year 1896.
The first law records of Travancore, Chattavari Olagal, were written by Colonel Munro. 63. The first organized revolt against English in Kerala, Attingal Revolt. 64. Sujindram Kaimukku was abolished by Swathi Tirunal. Yes, any doubt? Any doubts? ഇല്ല സാർ. No, the first systematic census in Travancore was conducted by Dash. തിരുവിതാംകൂറിൽ ആദ്യമായി സിസ്റ്റമാറ്റിക് ആയ ഒരു സെൻസസ് നടത്തിയത് ആരാണ്? ആയില്യം തിരുനാൾ. ആയില്യം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കേട്ടോ? The first major struggle for the eradication of untouchability in India. അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹ. എന്താണ്? വൈക്കം സത്യാഗ്രഹ. യെസ്, നോക്കൂ, ഇന്ത്യയിലെ അല്ലേ, ഇന്ത്യയിൽ അൺടച്ചബിലിറ്റിക്കെതിരെ നടന്ന ആദ്യത്തെ സമരമാണ് വൈക്കം സത്യാഗ്രഹം. അടുത്തത്, നെയിം ദ ബ്രിട്ടീഷ് ഓഫീസർ ഹൂ ഡിസ്കവേർഡ് ദ എടക്കൽ കേവ്. ഇടക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണ്? എഫ് ഫോസറ്റ്. അടുത്ത്, ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ എന്ന് പറഞ്ഞാൽ കന്യാകുമാരി. കേട്ടോ? കുളച്ചൽ യുദ്ധം, കന്യാകുമാരി യുദ്ധം. The Battle of Kulachal was held on തീയതി, മാസം, വർഷം എന്നാ? 10th August 1741. 10 ഓഗസ്റ്റ് 1741 എന്ത് നടന്നേക്കുന്നത്? കുളച്ചൽ യുദ്ധം നടന്നേക്കുന്നത്. അത് തൊട്ടത്തെ ഓപ്ഷൻ നോക്കിയേ, 10 ജനുവരി 1741. മനസ്സിലായോ? ഓഗസ്റ്റ് ആണോ ജനുവരി ആണോ കൺഫ്യൂഷൻ വന്നാൽ തീർന്നു, ഒരു മാർക്ക് പോയി. യെസ്. അടുത്തത്, ചേര റൂളർ ഹൂ വാസ് നോൺ ആസ് കാതൽ പെരിയക്കൊട്ടിയ ചേരൻ. കാതൽ പെരിയക്കൊട്ടിയ ചേരൻ എന്നറിയപ്പെടുന്ന ചേര രാജാവ് ആരായിരുന്നു? ചെങ്കുട്ടുവാനെ കുറിച്ച് ഭയങ്കരമായ വീരസാഹസിക കഥകളൊക്കെ ഉണ്ട് കേട്ടോ. ചെങ്കുട്ടുവാൻ. തൽക്കാലം LLB എൻട്രൻസ് കോൺസെൻട്രേറ്റ് ചെയ്യും, ബാക്കി പിന്നെ പഠിക്കാം. ഹൂ വാസ് ദ ഓതർ ഓഫ് ദ ബുക്ക്? അതെന്തുവാ? കേരള പഴമ. കേരളപ്പഴമ എന്ന പുസ്തകത്തിന്റെ പഴമയല്ലേ? കേരളപ്പഴമ എന്ന പുസ്തകത്തിന്റെ ഓതർ ആരാണ്? ഹെർമൻ ഗുണ്ടറ്റ്. അതും വിദേശി. എനി ഡൗട്ട്? വായിച്ച കേക്കട്ടെ. ഒരു മിനിറ്റ് സാർ. യെസ്. വായിച്ചോ. 65. First systematic census in Travancore was conducted by Ayilyam Tirunal. 66. First major struggle for the eradication of untouchability in India, Vaikam Satyagraha. 67. Name the British officer who discovered the Idakal caves, F. Fawcett. 68. Battle of Kolachal was held on 10th August 1741. 69. Chera ruler who was known as Kadal Pirakottiya Cheran Chenguttuvan. 70. Who was the author of the book Kerala Palama? Herman Gundert. വായിക്കൂ. 65. First systematic census in Travancore was conducted by Ayilyam Tirunal. 66.
First major struggle for the eradication of untouchability in India, Vaikom Satyagraha. 67. Name the British officer who discovered the Edekal caves, F. Fawcett. 68. Battle of Kolachal was held on 10th August 1741. 69. Chera ruler who was known as the Kadal Pirakotiya Cheran Kenguttuvan. 70. Who was the author of the book Kerala Palama? Herman Goddard. 65. First systematic census in Travancore was conducted by Ailyan Tirunal. 66. First major struggle for the eradication of untouchability in India, Vaikom Satyagraha. 67. Name the British officer who discovered Edakal caves, F. Fawcett. 68. Battle of Kolachal was held on 10th August 1741. Chera ruler who was known as Kadal Pirakotiya Cheran Chengottuvan. 70. Who was the author of book Kerala Palama? Herman Gundar. യെസ് ഒന്ന് ഓണാക്കിയേ.